എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ചിപ്സിൻ്റെ റെസിപ്പിയാണ്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലൊരു റെസിപ്പി ചെയ്തു കൊടുത്താൽ മതി. നല്ല രുചികരവുമാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. ഒരാഴ്ചയോളം ഇത് സൂക്ഷിച്ച് വയ്ക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചെടുക്കണം. ഈ ഒരു ഘനത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. വല്ലാതെ തിക്കാവുമ്പോൾ ക്രിസ്പിയായി കിട്ടാൻ കുറച്ച് ടൈം കൂടുതലെടുക്കും. ഈ ഒരു സൈസിൽ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കടലമാവ് 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ബീട്രൂട്ടിൻ്റെ നിലവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ ഈ പൊടി നന്നായി കോട്ടായി കിട്ടണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. തിരിച്ചിടാം. അപ്പോൾ അതെല്ലാം ഇളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. നല്ല ക്രിസ്പിയായ ബീട്രൂട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികളെ ആകർഷിക്കാൻ ഈ ഒരു ചിപ്സിൻ്റെ കളറ് മാത്രം മതി. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും 4 മണി ചായക്കൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.